ഓൾറെഡി നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാഹനങ്ങൾ തരുന്ന ഒരു ബ്രാൻഡാണ് റെനോ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ലൈനപ്പ് വലുതൊന്നുമല്ല, ആകെ 3 വാഹനങ്ങളേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ GSTയിൽ മാറ്റം വന്നപ്പോൾ വീണ്ടും വില കുറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കയ്യിലൊതുങ്ങാൻ ഏതൊരു സാധാരണക്കാരനും സ്വന്തമാക്കാവുന്ന രൂപത്തിലുള്ളൊരു ബഡ്ജറ്റിലേക്ക് ഇപ്പോൾ അവരുടെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാവുന്ന രൂപത്തിൽ വാല്യൂ ഫോർ മണി ടാഗ് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ നമ്മൾ ഓൾറെഡി അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ കൈഗർ ലോഞ്ച് ചെയ്തപ്പോൾ അത് ചെയ്തിട്ടുണ്ട്, തൊട്ടപ്പുറത്തെ ട്രൈബർ വെക്കുന്നുണ്ട്, അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ബ്രാൻഡും തരാത്ത ഫീച്ചേഴ്സുമായിട്ടാണ് റെനോ വാഹനങ്ങൾ ഉണ്ടാവുക, അതും ഏറ്റവും റേറ്റ് കുറവിലും. ഇനി GST മാറ്റം വന്നപ്പോൾ എത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിന് വില കുറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് മാറ്റം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന. ഫീച്ചേഴ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കൈഗറിൽ ഓൾറെഡി നമുക്കുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 7.5 ലക്ഷം രൂപയിലാണ് വില ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു GSTയിൽ മാറ്റം സംഭവിച്ചതുകൊണ്ട് ബേസ് വേരിയൻറ്റിന് 7,16,000 രൂപയിൽ തന്നെ വില ആരംഭിക്കുന്നു. ഓൺ റോഡ് വിലയാണ് പറയുന്നത്, എക്സ്റ്റൻഡ് വാറണ്ടി ആക്സറീസും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു പ്രൈസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, അത് വേണ്ടാത്തവർക്ക് ഇതിലും പ്രൈസ് കുറവിലോട്ട്. കൂടാതെ റെനോ നമുക്ക് ഒരുപാട് സ്കീമുകൾ, ഓഫറുകളൊക്കെ ഓരോ മാസത്തിലും തരാറുണ്ട്. എക്സ്ചേഞ്ച് ബോണസ്, റെനോ വാഹനം തന്നെ റെനോ ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ഓഫർ, അങ്ങനെ ഒരുപാട് ഓഫേഴ്സും റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനീ പറയുന്നത് എക്സാക്ട് ഓൺ റോഡ് പ്രൈസാണ്, ഓൺ പേപ്പറിലാണ്, അതിൽ നിന്നും കുറവിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 7 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് വരുന്ന നമ്മുടെ റെനോ കൈഗർ ഓൺ റോഡ് വിലക്ക് നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് കേട്ടോ. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഇനി അതിന്റെ മാനുവൽ ബേസ് വേരിയന്റ് പറഞ്ഞു ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ഒരു 10,19,000 രൂപയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഏറ്റവും ടോപ്പിൻ്റെ, അതായത് ഫുള്ളി ഫീച്ചർ ലോഡായിട്ടുള്ള കൈഗർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ 8.5 ലക്ഷം രൂപയിൽ നമുക്ക് ഓൺ റോഡ് വിലക്ക് കൈഗർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു 1 ലിറ്റർ നോർമൽ പെട്രോൾ എഞ്ചിനാണ്. ഇത് കൂടാതെ നമുക്ക് ഒരു എഞ്ചിൻ ഓപ്ഷൻ കൂടി കൈഗറിന് വരുന്ന ഒരു ടർബോ എഞ്ചിനും കൂടി വരുന്നത്. ടർബോ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിലാണ് മാനുവൽ ലഭിക്കുന്നുള്ളൂ. 11,11,000 രൂപയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്. അതായത് നമുക്ക് 4 വേരിയൻ്റാണ് പ്രധാനമായിട്ടുള്ളത്. ഒതൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ എന്നിങ്ങനെയാണ്. ഇപ്പോൾ പേരൊക്കെ പുതിയ വേരിയൻ്റ് വന്നപ്പോൾ നമുക്ക് പേരുകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ടർബോ എഞ്ചിനും മാനുവലിൻ്റെ ഒരു കോമ്പിനേഷൻ കിട്ടുള്ളൂ. 11 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ CVT ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. നമുക്ക് നേരത്തെ ഓട്ടോമാറ്റിക് പറഞ്ഞ AMT ആണെങ്കിലും CVT വേണ്ടവർക്ക് ഒരു 11,12,000 രൂപയിൽ ടർബോ എഞ്ചിനും വിത്ത് CVT, കുറച്ചുകൂടി പെർഫോമൻസ് വേണ്ടവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു മോഡൽ നമുക്ക് ട്രൈബർ ആണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 7 സീറ്റർ അല്ലെങ്കിൽ 6 സീറ്റർ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഇല്ല എന്ന് പറയാം. അതും ഒരു ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊണ്ടും, അതായത് ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ആവർത്തിക്കേണ്ടി വരും, അത്രയധികം ഫീച്ചേഴ്സൊക്കെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഈ ഒരു വിലയിൽ 10 ലക്ഷം ഫുൾ ഓപ്ഷനൊക്കെ വില വരുന്നൊരു വാഹനം ട്രൈബർ. അതിന് വരെ നമുക്ക് പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളും ഫ്രണ്ട് പാർക്ക് സെൻസർ, അങ്ങനെ നമ്മൾ ഒരു 20 ലക്ഷം രൂപയിൽ ലഭിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഏറ്റവും പുതിയ ട്രൈബർ റെനോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രൈബർ നമുക്ക് പ്രധാനപ്പെട്ട 4 വേരിയൻ്റാണ്. പേര് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ റെനോ വാഹനങ്ങൾക്ക് RXE, RXT, RXL അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒതൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ എന്നുള്ള പേരുകളിലാണ് ഇപ്പോൾ ഒരു വേരിയൻ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ട്രൈബറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 7,45,000 ഒക്കെ ആയിരുന്നു ബേസ് വേരിയൻ്റെ ഓൺ റോഡ് പ്രൈസ് ആദ്യം ഉണ്ടായിരുന്നത്. അതിപ്പോൾ GSTയുടെ മാറ്റം കൊണ്ട് നമുക്ക് ഏകദേശം 7,12,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം കൈഗറുമായിട്ട് സെയിം കാറ്റഗറി വരുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് എന്ന് പറയാം. നമുക്ക് 7 സീറ്റർ ആണ്, അത് 5 സീറ്റർ ആണെന്നുള്ളൊരു വ്യത്യാസം വരുന്നുള്ളൂ. എഞ്ചിൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് കാര്യങ്ങൾ നമ്മൾ ടാക്സ് അങ്ങനെയാണല്ലോ കണക്കാക്കുന്നത്. നമുക്ക് ഈ റെനോയുടെ നിലവിൽ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും 4 മീറ്ററിനകത്ത് വരുന്ന വാഹനങ്ങളും 1200 cc അകത്ത് എഞ്ചിൻ കപ്പാസിറ്റി വരുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് 28% ഉണ്ടായിരുന്ന GST ഇപ്പോൾ 18% കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 10% ഡിഫറൻസ് ആണ് നമുക്ക് ഈ വാഹനങ്ങളിൽ വരിക. അപ്പോൾ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ട്രൈബർ ഒരു 7 സീറ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 7 ലക്ഷം രൂപ എടുക്കാണ്ടായാൽ മതി. ഓൺ റോഡ് വിലയ്ക്ക് തന്നെ ഒരു 7 സീറ്റർ സാധാരണ കുടുംബങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹനം നമുക്ക് ലഭിക്കും റെനോ എന്ന്. ഇനി ഏറ്റവും ടോപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ തന്നെ 9,62,000 രൂപ ഓൺ റോഡ് വിലയ്ക്ക് നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രണ്ട് പാർക്ക് സെൻസർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, ഓട്ടോമാറ്റിക് വൈപ്പർ തുടങ്ങിയിട്ട് A to Z ഫീച്ചേഴ്സ് വരുന്ന ഏറ്റവും ടോപ്പിൻ്റെ ട്രൈബർ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന വേരിയൻറ്റും ഒരു 10 ലക്ഷത്തിനകത്ത് 9,62 തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമ്മുടെ ട്രൈബറിൽ ഓട്ടോമാറ്റിക് ലഭിക്കുന്നുള്ളൂ. അതിന് 10,18,000 രൂപയും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ 2 മോഡൽസാണ് നമുക്ക് കുറച്ച് വലിയ കാറ്റഗറി വരുന്നത്. ഇനിയുള്ള ഒരു മോഡൽ ക്വിഡാണ്, അതൊരു എൻട്രി ലെവൽ സെഗ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏറ്റവും സാധാരണക്കാർക്ക് വാങ്ങാവുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഒരു 2 വീലറൊക്കെ സ്വന്തമായിട്ടുള്ളവർ ആദ്യമായിട്ടൊരു വാഹനം ഒരു 4 വീലറിലേക്ക് കടക്കുമ്പോൾ അവർക്ക്
കയ്യിൽ കരുതേണ്ട ഒരു ബഡ്ജറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ സ്ഥിതി വെച്ചിട്ട് മിനിമം ഒരു 5 ലക്ഷമാണ്. ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് 3 വാഹനങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് റെനോ ക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5 ലക്ഷമാണ് ഓൺ റോഡ്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രൈസ് 5,60,000 രൂപയായിരുന്നു ബേസ് വേരിയന്റ് ഉണ്ടായിരുന്നത്. GSTയിൽ മാറ്റം വന്നപ്പോൾ ഇപ്പോൾ നമുക്കൊരു 5,28,000 രൂപയിൽ ക്വിഡിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് കിട്ടും. പ്രധാനമായിട്ട് 4 വേരിയന്റിനാണ് നമുക്ക് ക്വിഡിനും വരുന്നത്. ഒതന്റിക്, എവല്യൂഷൻ, ടെക്നോ, ക്ലൈംബർ. ഈ രൂപത്തിലാണ് നമുക്ക് ക്ലൈംബറാണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു 6,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 6,08,000 രൂപയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആരംഭിക്കുന്നത്. അത് സെക്കൻഡ് വേരിയന്റിലാണ് ലഭിക്കുക. നമ്മുടെ ബേസ് വേരിയന്റിലല്ലോ, സെക്കൻഡ് വേരിയന്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ലഭിച്ചു തുടങ്ങുന്നത്. ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കാണാൻ ലുക്കാണ്. ഒരു നമ്മുടെ എൻട്രി ലെവൽ വാഹനമാണെങ്കിൽ കൂടി നമുക്ക് കുറച്ചൊരു SUV ഫീൽ തരുന്നൊരു ഡിസൈനും കാര്യങ്ങളും വരുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 മോഡൽസാണ് പ്രധാനമായിട്ട് നമുക്ക് റെനോയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുക. ഏറ്റവും എൻട്രി ലെവൽ ഒരു 5 ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് സ്വന്തമാക്കാം. അത് കഴിഞ്ഞൊരു 7 സീറ്ററും അതുപോലെ ഒരു കോമ്പാക്ട് SUV വേണ്ടവർക്ക് നിങ്ങളുടെ കയ്യിലൊരു 7 ലക്ഷം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പുത്തൻ കാർ തന്നെ സ്വന്തമാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 10 വർഷം വരെയുള്ള വാറന്റിയും റെനോ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ EMI രൂപത്തിൽ ഫൈനാൻസ് ഇട്ട് നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏകദേശം 1,00,000-1,700 രൂപക്കകത്താണ് ഒരു 1 ലക്ഷത്തിന് ഒരു മാസത്തെ EMI വരിക. അപ്പോൾ ആ രൂപത്തിലേക്കാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾ എത്ര ലക്ഷമാണ് ലോൺ ഇടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള EMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റും. അത്തരം കാര്യങ്ങൾക്കും വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോ. അത് നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും വിളിച്ച, കാരണം കേരളത്തിൽ എല്ലായിടത്തും റെനോ ഒക്കെ ഒരൊറ്റ ഡീലറേ വരുന്നുള്ളൂ. അല്ലാതെ ഓരോ സ്ഥലം മാറുമ്പോൾ ഓരോരോ ഡീലർഷിപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരൊറ്റ ഡീലർഷിപ്പാണ് അക്രോസ് കേരള നമുക്ക് റെനോക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും റെനോയുടെ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കണ്ട് ഇതിനൊരു പടഞ്ഞെടുത്ത് കാണാം. ബൈ ബൈ.